കൊണിക്കൽ വില്ലേജ് എന്ന സമർക്കണ്ടിൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ഒരു 5 കിലോമീറ്റർ മാത്രം സമർക്കണ്ട് ടൗണിൽ നിന്ന് മാറിയുള്ളൊരു വില്ലേജിലാണ്. ആ വില്ലേജിലായിരുന്നു, ഈ കൊണിക്കൽ വില്ലേജിലാണ് സമർക്കണ്ട് പേപ്പറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വളരെ ആകർഷകമായ, വളരെ മിനുസമുള്ള, ഏതൊരാൾക്കും ഒന്ന് മറയ്ക്കാനും തൊടാനെല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിനുസമുള്ള വർണ്ണക്കടലാസുകൾ ലോകത്ത് ആദ്യമായി പ്രചാരത്തിലുണ്ടായിരുന്നത് ഈ സമർക്കണ്ട് പേപ്പർ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പേപ്പറുകളായിരുന്നു. നിരവധിയായ ഖുറാൻ്റെ പതിപ്പുകളും മറ്റും അതിൽ അച്ചടിച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളും അതിൽ ആ സമർക്കണ്ട് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സമർക്കണ്ട് പേപ്പർ ഫാക്ടറി ഇന്ന് നമുക്ക് കാണാം. അവിടെ മൾബറി, നമ്മുടെ നാട്ടിലെല്ലാം യുക്കാലി പോലുള്ള മരങ്ങളിൽ നിന്നുള്ള പൾപ്പ് കൊണ്ടായിരുന്നു പേപ്പർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ മൾബറി പൾപ്പ് കൊണ്ടായിരുന്നു സമർക്കണ്ട് പേപ്പർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പൾപ്പിൻ്റെ വ്യത്യാസമായിരിക്കാം ആ പേപ്പറിൻ്റെ ക്വാളിറ്റിയിലും ഉള്ള ഒരു വ്യത്യാസം. നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പേ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സമർക്കണ്ട് പേപ്പർ. മിഠായി കടലാസുകൾ മുതൽ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ വരെ അതിൽ ആ പേപ്പർ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ പഴയ സോവിയറ്റ് മാഗസിൻ, നമ്മുടെ കേരളത്തിലെല്ലാം നിരവധി ആളുകൾ വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ. ആ സോവിയറ്റ് മാഗസിൻ എല്ലാം അച്ചടിച്ചുകൊണ്ടിരുന്ന ഈ സമർക്കണ്ട് വർണ്ണക്കടലാസുകളിലായിരുന്നു. ആളുകളെല്ലാം ഒരുപാട് ആകർഷകമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സോവിയറ്റ് മാസിക പറ്റി ഒരുപാട് ആളുകൾ പറഞ്ഞ് ഉള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സമർക്കണ്ട് പേപ്പർ ഫാക്ടറിയുടെ ഭാഗമായിട്ടുള്ള കൊണികൽ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഫാക്ടറി ഇരിക്കുന്നത്. ആ ഫാക്ടറിയുടെ വില്ലേജിൽ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പേപ്പർ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് കാണാം. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് മൾബറി പൾപ്പ് കൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മൾബറി ചെടിയിൽ നിന്നും അതിൻ്റെ കമ്പ് ഇതുപോലെ എടുക്കുക. അതിൻ്റെ കമ്പല്ല, തടിയിൽ നിന്നും ഇതുപോലെ തൊലി മാത്രം ഇങ്ങനെ പറിച്ചെടുക്കുക. ഇത് എന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത്, ആ കുതിർത്ത വെള്ളം ഇതുപോലെയുള്ള ഫർണസ്, നല്ല വിറക് കത്തിക്കൊണ്ടിരിക്കുന്ന കാണാം. അതിൻ്റെ ചുറ്റും ഇഷ്ടികയും കല്ലുകളും അതിൻ്റെ മേളിൽ ചെളി വെച്ച് കവർ ചെയ്തിരിക്കുന്ന അടുപ്പുകളാണ്. നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അതിനകത്ത്. ഇതുപോലെ തടി കൊണ്ട് ഉള്ള നിർമ്മിച്ച സാധനം ഒരു പ്ലേറ്റ് വെച്ച് മൂടി അതിനകത്തിട്ട് തിളപ്പിച്ച് ആണ് ഈ മൾബറി ഈ തൊലികൾ പൾപ്പാക്കി മാറ്റുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് അതിൻ്റെ തൊലി എടുത്ത് ചീകി എടുക്കുകയാണ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടാക്കണത് കൊണ്ട് വെള്ളത്തിലിടുവാണ്. എന്നിട്ടിത് ഇതുണ്ടോ, ഇത് വെള്ളത്തിലോട്ട് ഇടുവാണ്. നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കൂടെ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ചെറിയൊരു അരുവി ഒക്കെ എല്ലാം ഇത് ആ സാധനം കൊണ്ട് ആ മൾബറിയുടെ കമ്പാണ് ഇരിക്കണേ. അതുണ്ടാക്കി അത് പൾപ്പുണ്ടാക്കി തിളപ്പിച്ച് വറ്റിക്കണതാണ് ആ കാണുന്നത്. തീയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു മൾബറിയുടെ കമ്പുകൾ കൊണ്ട് കൂട്ടി അട്ടിട്ട് വെച്ചാണ് കണ്ടോ. ഓരോരോ പ്രോസസ്സും ഓരോ സ്ഥലത്താണ്. നമ്മൾ ഓരോ സ്ഥലത്തോട്ട് പോകണം. ഇതിൻ്റെ പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ പല ഘട്ടങ്ങളും പല സ്ഥലത്താണ്. ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടാക്കി വെക്കുകയാണെ. നല്ല തണുപ്പ് ഇവിടെ വന്നിട്ട്, നിറച്ച് മരങ്ങളും ഇതും തണുപ്പും ഇതുണ്ടോ. ഒരു ഡാം ഉണ്ടാക്കി കണ്ടോ. ഡാമിൻ്റെ ചങ്ങലയൊക്കെ ഉണ്ടാക്കിയാണോ. ശരിക്കും പറഞ്ഞ ഒരു മിനി ഡാമിൻ്റെ രീതിയാണ്. ഷട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാണ് കണ്ടോ. അതുപോലെ അതിൽ നിന്ന് അവിടെ ഒരു മെഷീനും പ്രവർത്തിക്കുന്നുണ്ട്. അത് കറക്കി അതിലൂടെ വെള്ളം പോകുമ്പോൾ നേരെ അങ്ങോട്ട് പോയി എന്തോ മെഷീൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അവിടെ നിന്ന് ഇത് കറങ്ങി ടർബൈൻ കറങ്ങി ഇവിടെ വന്ന് എണ്ണ ആട്ടുന്നതാണത്. ഈ ധാന്യങ്ങൾ, ഈ ഇരിക്കുന്ന ധാന്യങ്ങൾ ആട്ടിയെടുക്കുകയാണ്. അതിൽ നിന്നുള്ള ഓയിൽ ഉണ്ടാക്കുന്ന ഇതാണ്. ആട്ടിയ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ടേക്കാണ്.
അതുപോലത്തെ വേറെ ഒരെണ്ണോടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ധാന്യങ്ങൾ പൊടിക്കാനുള്ളതാണ്. അതൊരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഇത് വർക്ക് ചെയ്യുമല്ലോ. അത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യണതാണ്. അതിൻ്റെ അകത്താണ് ധാന്യങ്ങളൊക്കെ ഇടണേ. അത് കറങ്ങി പൊടിഞ്ഞ് ഇവിടെ വന്ന് ചാടും. അതിൻ്റെ ഫ്ലൈ വീലൊക്കെ ഇതെവിടെയാണ്. അവിടെ ഒരാൾ ഇരുന്ന് ഇത് കല്ല് പോലത്തെ സ്ലേറ്റിൽ പെയിൻറ്റ് ചെയ്യുകയാണ്. അത് ആ സ്ലേറ്റ് അവിടെ ആ തോട്ടിൽ വെച്ച് കഴുകിയെടുത്ത് അത് പിന്നെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. പെയിൻറ്റ് മിക്സ് ചെയ്യുകയാണ് പുള്ളി. നല്ല കൂളാണ് അതിൽ കൂടെ നടക്കാൻ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വില്ലേജ് പോലെ ആക്കി നല്ല പാലങ്ങളും എല്ലാം പണിത് അതിൽ കൂടെ എല്ലാം നദിയും എല്ലാം വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെച്ചേക്കുവാണ്. നമുക്ക് ജസ്റ്റ് ഒരു കെട്ടിടം പോലെയാണ്. ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ എല്ലാം ചുമ്മാ ഒന്ന് പടങ്ങളൊക്കെ വരച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പണ്ട് കാലത്ത് കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിയിൽ വിറകും തടിയൊക്കെയാണ്. അതിൻ്റെ മേളിൽ കട്ടയൊക്കെ വെച്ചേക്കുവാണ്. ഇതും മരമാണ്, മരം കൊണ്ടുള്ളതാണ്. കൈ കൊണ്ടുണ്ടാക്കിയ കട്ട കണ്ടോ, ഇതിൻ്റെ മേൽഭാഗം കണ്ടോ, ഫുള്ള് തടിയും ഈ എന്നാ പറയുക ഈറ്റയുടെ പോലത്തെ ഒരു ഈറ്റയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, ഈറ്റ അത് വെച്ചുണ്ടാക്കിയേക്കാണ്. ഈറ്റ അതെവിടെ ഇരിപ്പുണ്ട് ഈറ്റ. ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു ഇവിടെ ഉണ്ടാക്കുന്ന പേപ്പർ കണ്ടോ. ആ പേപ്പറിൻ്റെ കളറ് പല പല കളറുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. മൾബറി ഇവിടെ തൊലി വെച്ചുണ്ടാക്കുന്നതാണ്. പല സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ച് ഉണ്ടാക്കിയ കാർഡുകൾ, ബാഗുകൾ, പേപ്പർ ബാഗുകൾ ഒക്കെയാണ് ഇരിക്കുന്നത്. ടൗല് പോലത്തെ ചെറിയ ടേബിൾ മേശകൾ, മേശവിരികൾ, റോളുകൾ, പാവകൾ ഉണ്ട്. ഈവൻ ചെറിയ ഉടുപ്പ് പോലത്തെ ഇതുവരെയുണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷർട്ട് കണ്ടോ ഉണ്ടാക്കി പല കളറിലുള്ളത്. നമ്മൾ മൾബറിയിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ പ്രോസസ്സ് ഇവിടെ ഒരാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളതിന് പേ ചെയ്തിട്ട് ആ പ്രോസസ്സ് ഫുള്ള് നടന്ന് കാണാൻ പോവുകയാണ്. After skinning, cleaning mulberry tree. This is white side mixed of paper. This is glass decoration paper. This is decoration for fiery boiling. Okay. For fiery boiling. Now into cold water 5 kilo, 6 kilo every day. Then 1 year mulberry tree. After that boiling in phase. This is 5 hours, 6 hours boiling, and then this is mixing, smash it. Very heavy, and then this. After boiling in fist, only natural technology. What will work it, and then smell of pounding pressing. Next room. അവൻ പറഞ്ഞതനുസരിച്ച് 2000 വർഷത്തെ പഴക്കമുണ്ട്. 2000 വർഷത്തിന് മുകളിൽ ഈ ടെക്നോളജിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. വാട്ടർ കൊണ്ട് മാത്രം എനർജി അല്ല അരയ്ക്കാനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. വേറെ കറണ്ട് ഇതൊന്നും വെക്കില്ല. ഇത് കണ്ടോ, ഇത് കറങ്ങി ആ തടിയെ പോയി ഇടിക്കും. അപ്പോൾ ആ തടി താഴും. എന്നിട്ട് ഈ തടി ഇതുണ്ടോ, അത് വിട്ട് പൊങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങേരം പോയി ഇടിക്കും. അങ്ങനെയാണ് തന്നെ. ഇതുണ്ടോ, ഇതാണ് ഇടിച്ചുകൊണ്ടിരുന്ന പേപ്പറിനുള്ളത്. ഇതിട്ട് കിടക്കണ ഇടിച്ച സാധനങ്ങൾ. അപ്പോൾ അവിടെ നിന്നാണ് ആ കമ്പ് വന്ന് ഇടിച്ചുകൊണ്ടിരുന്നത്.
വെള്ളത്തിൽ വെച്ച് മിക്സ് ചെയ്യും. This is a frame and metal sheet. ഇപ്പം വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒരു അരിപ്പയുണ്ട്, ആ അരിപ്പയിൽ വെള്ളം അരിച്ചെടുക്കും. Water comes down, water flowing down. Only right hand towards it. അതിൻ്റെ അകത്ത് വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ പേപ്പറായിട്ട് എടുക്കും. കണ്ടോ, അതൊരു പേപ്പറായി മാറി. അപ്പോൾ അതൊരു പേപ്പറായിട്ട് മാറി. ഇതുപോലെ Water absorb it, water get out. Sheet cotton. നല്ല ഫാബ്രിക്. ഇപ്പോൾ അപ്പോൾ ആദ്യം കണ്ട പോലെ നമ്മൾ ഷർട്ടും ഇതുമെല്ലാം ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആണിത്. പണ്ടത്തെ രീതിയിൽ ചെയ്യണതാണ്. ഇതിൻ്റെ അടുത്ത് പേപ്പർ എടുത്ത് 35 കിലോ ഉള്ളൊരു കല്ലെടുത്ത് വയ്ക്കും. അത് ഒരു ദിവസം ഇങ്ങനെ വയ്ക്കും. ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും, നോർമൽ പേപ്പർ പോലെ വരും. വേറെ പേപ്പർ എടുക്കണതാണത്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും. മറ്റേ അതുകൊണ്ടാണ് ഒരു ദിവസം വയ്ക്കുന്നത് ഉണങ്ങാൻ. Almost ready, still wet, still rough. Sunny time 2-3 hours, in winter 1 day. അവരത് കഴിഞ്ഞത് Non-brushing, horsehair, air get out. ഓക്കെ, അത് കഴിയുമ്പോൾ ബ്രഷ് ചെയ്യും. ഹോഴ്സ് ഹെയർ വെച്ചാണ്, ഹോഴ്സിൻ്റെ വാലയിലെ ടെയിൽ വെച്ചാണ് അത് ആ ബ്രഷ് ഉണ്ടാക്കിയേക്കണേ. അത് വെച്ച് ചെയ്യും. അപ്പോൾ ആ അതിലുള്ള പതുപതു എന്നുള്ള പഞ്ഞി പോലുള്ള സാധനങ്ങൾ മൊത്തം പോവും. മാത്രമല്ല അത് നല്ല ഷൈനിങ് ആവും. അപ്പോൾ ഷൈനിങ് ആയി, നല്ല ഷൈനിങ് ഉള്ള പേപ്പറായി. അത് കഴിയുമ്പോൾ പോളിഷ് ചെയ്യാണ്. പോളിഷ് ചെയ്യണമാണ് ഈ കാണുന്നത്. പോളിഷ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായി തിളങ്ങും. ഏതോ മൃഗത്തിൻ്റെ കൊമ്പ് വെച്ചാണ് ഇത് വരച്ച്. അല്ലെങ്കിൽ ഷെല്ല് അതുകൊണ്ട് ഈ കളറുകളൊക്കെ കൊടുക്കണേ. പല നട്ടും അരച്ച് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആണ് ഇതിന് കളർ കൊടുക്കുന്നത്. പഞ്ഞി വെച്ച് ഒപ്പി. ഇവിടെ ഈ കാണുന്നതാണ് ഇപ്പം നമ്മളാ കണ്ട പൾപ്പുണ്ടാക്കുന്ന ആ മൾബറി ട്രീ. ഈ നിൽക്കണതാണ്. ഇതിൻ്റെ തൊലിയെടുത്താണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉണ്ടോ അതിൻ്റെ ഇല കണ്ടോ? ഓടി വരണം. അവരതിന് വേണ്ടി സംരക്ഷിച്ചിരിക്കുകയാണ്.